അത് നമുക്ക് എന്തായാലും റെഡിയാക്കാം. ഇന്റേൺഷിപ്പിന്റെ കാര്യമല്ലേ, അതെന്തായാലും നെക്സ്റ്റ് സെമ്മിൽ നോക്കാം. ഞാൻ വിളിക്കാം നിന്നെ. എവിടെ പോയി? എത്ര നാളെന്നറിയോ ഈ ഒരു ഡേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? ഇനി നീ എന്ത് ചെയ്യും? നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? This is too much, Gauri. ബോധമില്ലാണ്ട് കടന്നാലും നിനക്ക് അവനെ മതിയിലടി. ഗൗരിയോടെ? എനിക്കറിയത്തില്ലടാ, അവളമാരുടെ അടുത്തില്ലേ? ഗൗരിയോടെ? ഗൗരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് മുമ്പ് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ. രോഹിത് അവിടെ? നിർത്തടി, അവളുടെ ഒരു ദേവേട്ടൻ. അവ വരില്ല ഇവിടെ. നീ ഇന്ന് എനിക്ക് സ്വന്തം. പൊന്നെ കൊഴുവേലയുടെ മോനെ. ഓ വന്നോ ദേവേട്ടൻ? ശരീരം നിയന്ത്രിക്കാണ്ട് കടമരും അവർക്ക് ദേവേട്ടാനെ വരുവായില്ലേ? മോനെ ഇനി നീ ഇവളുടെ പിന്നാലെ നടന്നോ? കൊല്ലും ഞാൻ. ഇത് വെറും വാക്കല്ല, നിനക്ക് ഒരു അവസരം കൂടി ഞാൻ തരുവാ. ഗൗരി, ഗൗരി കണ്ണു തുറക്കും. എഴുന്നേക്ക്. എനിക്ക് ചൂടെടുക്കണം. എനിക്ക് എന്റെ ഡ്രസ് ഒന്ന് വരുത്താ. എനിക്ക് പറ്റുന്നില്ല. ഗൗരി, എന്നോട് എന്താ മാതിരി പേசுற? നീ എഴുന്നേക്ക് വന്നേ.
ആകാശം പോലെ അകലെ ദേവട്ട പോലെ എന്നെ കെട്ടിപ്പിടിക്കുക എനിക്ക് പറ്റുന്നില്ല. ഗൗരി നീ എന്താ കാണിക്കുന്നേ? എന്റെ കൈ വിട്. എന്താ നീ കാണിക്കുന്നേ? വിടന്നെ. വിട്ടിട്ട് പോലെ പ്ലീസ് ദേവട്ട പോലെ. എടി നീ എന്താ ഈ കാണിക്കുന്നേ? എന്തൊക്കെ നീ പറയുന്നേ? വിട്, മാറ്റി. മോളെ നീ ഗൗരി Guys, stop. Guys, please stop. No. What? ഗൗരി, നീ എന്തിനാ അതോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടോണ്ടിരിക്കുന്നേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളാം. എന്നാലും അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാതെ അതൊന്നും ഒറ്റയ്ക്ക്. എന്തായാലും നിനക്കൊന്നും വരാൻ ആ ചേട്ടൻ സമ്മതിച്ചില്ലല്ലോ. അയാൾ ഇതിന്റെ പേരിൽ വന്നതും ദേവേട്ടനെ പിന്നെ പണിതരം വന്നേക്കുന്നു. അങ്ങേർക്ക് ബോധം പോലും വന്നിട്ടില്ല. 2 കാലും കയ്യും ഒക്കെ ഓടിച്ചിട്ടേക്കുവാ. പിന്നെ വേറെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങേര് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരത്തുമില്ല, അവിടെ എഴുന്നേക്കത്തുമില്ല. പിന്നെ നീ എന്തിനാ അതൊക്കെ ഒരു ടെൻഷൻ അടിക്കുന്നത്? ദേവേട്ടന് എന്തേലും പറ്റിയോ? ഞാൻ വണ്ടി ഇരുന്നിട്ട് ഫുൾ ഉറക്കായിരുന്നില്ല. എനിക്കൊന്നും സംസാരിക്കാനോ എനിക്ക് ബോധമില്ലായിരുന്നല്ലോ. ദേവേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ കുഴപ്പമൊന്നുമില്ലടി, ചെറിയ എന്തൊക്കെയോ മുറിവേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാ ചേട്ടന്മാര് പറഞ്ഞത്. ഗൗരി, നീ ഇങ്ങനെ കരയാതെ. ആ ചേട്ടനൊരു കുഴപ്പമില്ല. ഗൗരി, എവിടെ പോവാ നീ? എനിക്ക് ദേവേട്ട കാണണം. എടാ നീ ഒന്ന് കോമാവ്. നീ ഇപ്പൊ തന്നെ 2 കാലും കൈയും ഒക്കെ ഓടിച്ചിട്ടേക്കുവാ. അതുമാത്രല്ല വേറെ കുറെ ഇഞ്ചറീസും. അതവന് വേണം, അതവന് ആവശ്യമാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഇനിയും പോയി തല്ലണം അവനെ. നീ ഒന്ന് കാമാവടാ. അപ്പൊ എന്നെ നായിന്റെ മോന്റെ മുഖത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലടാ ഇവിടെ. എടാ ശ്രീനി ഒന്ന് കൂടാവ്. ഇനി നീ തല്ലി അവൻ ചത്തുപോകും. അവൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വരാനായിട്ട് കുറെ താമസിക്കടാ കോളേജില്. നീ അത് വിട്ടേക്കടാ. ഇനി അവൻ ഈ കോളേജില് കാല് കുത്തത്തില്ല. ഇവൻ ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. നിനക്ക് പോവല്ലേ? കൈയെടുക്കടി. എന്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? പ്ലീസ് ഒന്ന് നിൽക്ക്.
എന്റെ മൈൻഡ് ഇപ്പൊ ഒട്ടും എന്റെ കയ്യിലല്ല ഗൗരി. എന്നെ വിടേ. ദേവേട്ട പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാനൊന്ന് എനിക്ക് ടൈം എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദേവേട്ട. അത് ഞാൻ ദേവേട്ടനെ സോറി ദേവേട്ട, ഞാൻ അറിഞ്ഞോണ്ടല്ല. കരയാതെ, ഞാൻ അത് അപ്പോഴും വിട്ടിട്ട് എന്നോട് മൈൻഡിൽ അത് എതുമില്ല. നീയും അതെ പറ്റി നിனைச்சிட்டு இருக்காது. നീ ഇപ്പൊ ക്ലാസ്സിൽ പോകാൻ നോക്ക്. അപ്പോഴാണ് അവൾ അവന്റെ മുറിവുകൾ ശ്രദ്ധിക്കുന്നത്. അവൾക്കൊരു നിമിഷം ലോകമേ ഇല്ലാണ്ടായി. ദേവേട്ട, ഫേസിലൊക്കെ നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ടല്ലോ, കാണിച്ച് നോക്കട്ടെ. ദേവേട്ട പ്ലീസ്, എന്തിനാ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ഞാൻ കാരണല്ലേ, എനിക്ക് വേണ്ടിയല്ലേ ദേവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. നീ ആയത് കൊണ്ട് എന്നല്ല. അപ്പൊ എല്ലാവരും പോലെയാണോ ഞാൻ? നിനക്കെന്താ പ്രത്യേകത? എല്ലാവരെയും പോലെ തന്നെയാ നീ. ഞാൻ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? ഓ, എനിക്കെന്താ ഉറക്കം വരാത്തതും. ദേവേട്ടൻ ഞാൻ ആരുമില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ എനിക്കെന്താ അതിന്? ഓ, ഞാൻ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? ദേവേട്ടന്റെ കൂടെ വേറെ ഏതെങ്കിലും പെണ്ണിനെ പറ്റി പറയുമ്പോ എനിക്കെന്താ അതൊന്നും പറ്റാത്തെ? ഞാൻ ഇനി ഇതാണ് പ്രണയം? അപ്പൊ ഞാൻ ദേവേട്ടനെ പ്രണയിക്കുന്നുണ്ടോ? ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോടും ഇഷ്ടമല്ലേ ചൊല്ലു ഇഷ്ടമല്ലേ. എടി ഗൗരി ഇതുവരെ വന്നില്ലേ? ഞാനിപ്പതേ വിളിച്ചുള്ളൂ. അവള് വരുന്നില്ലെന്ന്. വയറുവേദനയാണ് നമുക്ക്. വയറുവേദനയോ? പെട്ടെന്ന് എന്ത് പറ്റി നോക്ക്? ഡേറ്റ് ആണോ ഇനി? ഡേറ്റ് ഒന്നുമല്ല, പെട്ടെന്ന് എന്ത് പറ്റിയാവോ? ഇനി എന്തായാലും ബ്രേക്ക് ടൈമിന് വിളിക്കാം. വാ, ക്ലാസ്സിൽ കയറാം. നെക്സ്റ്റ് സെമ്മിൽ ഇന്റേൺഷിപ്പ് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തഞ്ചാവൂർ പോയാലോടാ ഇന്റേൺ? ഞാനാണെങ്കിൽ അവിടെ ഇതുവരെ പോയിട്ടില്ല. അതിനോട് കമ്പനീസ് ഒക്കെ ഉണ്ടോ കുറെ? ഞാനവിടെ ഇതുവരെ പോയിട്ടില്ല. ആടാ, ഞാൻ എല്ലാ ഫോണിലും നോക്കിയായിരുന്നു. ശ്രീ, നമുക്കെങ്കിൽ അവിടെ വിട്ടാലോ? അവിടെ നോക്കിയാലോ? എന്താ നിന്റെ അഭിപ്രായം? നിങ്ങൾ നോക്ക്, എനിക്ക് എവിടെയാലും കുഴപ്പമൊന്നുമില്ല. ഇതേ അവളുമാരോട് ഇരിപ്പുണ്ടല്ലോ. ഗൗരീനെ കണ്ടില്ലല്ലോടാ, വന്നില്ലേ കോളേജില്? ഇന്നെന്താ 3 ആള്? ഒരാളുടെ കുറവുണ്ടല്ലോ. എവിടെ പോയി? അവളിന്ന് വന്നിട്ടില്ല. ശരി, ഞങ്ങൾക്കിപ്പോ ക്ലാസ് തുടങ്ങട്ടെ. ഞങ്ങൾ കേറുവാണേ, പിന്നെ കാണാം. വാടാ ശ്രീ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. എടാ ശ്രീ, എന്താ എന്താ പറഞ്ഞ? എടാ ഗ്രൗണ്ടിലേക്ക് പോവാന്ന്. ആ, ഇത് വരുക. ഗൗരിന്ന് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവന്റെ. ഞങ്ങളത് ശ്രദ്ധിച്ച്. പക്ഷെ അവനായതുകൊണ്ട് ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതും ശരിയാ. വാ, നോക്കാം എന്തായാലും. നിന്റെ ഫോണിൽ തന്നെ ഇന്ന ഇതിൽ അവളുമാരുടെ 4 പേരുടെ നമ്പർ സേവ് ആക്കിയിട്ടുണ്ട്. എനിക്കെന്താ അവരുടെ നമ്പർ? അല്ലടാ, ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമെന്ന് വിളിക്കാമോ? ഇന്നും വന്നില്ലേ കോളേജില്? ഇല്ലടി, അവൾ ഇന്നും വന്നിട്ടില്ല. പീരിയഡ്സ് ആയാൽ പോലും ആ ഡേ കൂടി കോളേജിൽ വന്നോണ്ടിരുന്നോളാം.
ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഗൗരി ഇന്നും വന്നിട്ടില്ലെന്നാ തോന്നുന്നേ. ഇതൊക്കെ എന്ത് പറ്റി? വാ എന്തായാലും ആവട്ടെ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്താണ് ശ്രീ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വരുന്നില്ല. എനിക്കൊന്ന് ലൈബ്രറി പോണം. നിങ്ങൾ ക്ലാസ്സിൽ പോക്കോ. അവൾ എന്തായിരിക്കും കോളേജ് വരാത്ത? വിളിച്ചു നോക്കിയാലോ? ഇതാരാ? നമ്പറാണല്ലോ. ഹലോ, ആരാ ആരാ സംസാരിക്കുന്നേ? കേൾക്കുന്നില്ലേ? ആരാ നിങ്ങൾ? ആരാ സംസാരിക്കുന്നേ? ഗൗരി. ദേവേട്ടൻ. എന്താ എന്താ ദേവേട്ടൻ വിളിച്ചേ? അത് നിനക്ക് ആ ബുക്ക് വേണ്ടേ? ഏത് ബുക്കിന്റെ കാര്യം പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഓ എടി, അന്ന് നീ എന്റെ അടുത്ത് വന്ന് ചോദിച്ചില്ലേ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് റൈറ്റ്സിന്റെ ബുക്ക്? അത് നിനക്ക് വേണ്ടേന്ന്. വേണം. നീ എന്താ കോളേജിൽ വരാത്തെ? അത് പിന്നെ എനിക്ക് തലവേദനയായിരുന്നു. ശരി. ദൈവമേ, എന്തിപ്പോഴുണ്ടായി? എന്റെ നെഞ്ച് ഇങ്ങനെ കിടന്നിരിക്കുന്നേ. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ഇങ്ങനെ. എനിക്കിനി ദേവേട്ടന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ? എനിക്കിനി അങ്ങനടുത്ത് പോയി സംസാരിക്കാൻ പറ്റുമോ? ദൈവമേ, എന്നെ കാത്തേക്കണേ. എനിക്ക് അയ്യോ, ഇത് പ്രശ്നമാകും. ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോടിന്നും ഇഷ്ടമല്ലേ ചൊല്ലു ഇഷ്ടമല്ലേ കൂട്ടുകാരേ നിന്റെ തലവേദനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആടി, അതൊക്കെ കുറഞ്ഞു, ഇപ്പൊ മാറി. അത് നിനക്ക് തലവേദന അല്ലായിരുന്നല്ലോ, വയറുവേദന ആയിരുന്നല്ലേ? നീ തലവേദന എന്നാണോ പറഞ്ഞേ? ഞാൻ കേട്ടത് വയറുവേദന. അല്ല ഇനി നീ അസൈൻമെന്റ് വെച്ചാ? ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് നൈറ്റ്. അയ്യോ, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ചിട്ടില്ല. ഞാൻ മേലെ പോകുന്നത് കണ്ട് വേഗം കൊണ്ടുപോയി വെച്ചിട്ട് വാ. ചെല്ല്. മേലെയാണോ ഉള്ളേ? സാരില്ല, എന്നാലും ഇപ്പൊ ലിഫ്റ്റിൽ പോ. ഇന്നലെ വന്നില്ലെന്ന് പറഞ്ഞാ മതി. ആ ശരി, ഞാൻ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം. ഓ, ഈ പേപ്പർ. ഇതാരാ? എത്തി പാർത്താളെ പാർത്താളെ മുട്ടി സായത്താളെ സായത്താളെ തെன்று காற்றாலே உயிரை கரையுடைத்து போட்டாலே எனக்கு எனக்கு என வைத்தாளே எட்டி பார்த்தாளே